Dear friends, once again welcome back to Income Tax Lectures. Today we will discuss about scope of salary. സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുന്ന വരുമാനങ്ങൾ ഏതൊക്കെയാണ്? സാലറി എന്ന ഹെഡിൻ്റെ പാർട്ട് 1 ലെക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിരുന്നു. സാലറി എന്ന ഹെഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ബേസിക് സാലറി ഓർ വേജസ്, ഒരാളുടെ അടിസ്ഥാന ശമ്പളം, അടിസ്ഥാന വേതനം. അത് അഡ്വാൻസ് പേ ആവട്ടെ, അരിയേഴ്സ് ആവട്ടെ, എങ്ങനെയായാലും സാലറി ഹെഡിൽ ടാക്സബിളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാലറി ടാക്സബിൾ ആവുന്നത് ഡ്യൂ ഓർ റെസീറ്റ് ബേസിസ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം, ഡ്യൂ ആവുന്നതാണോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതാണോ, ഏതാണോ ആദ്യം, അതിനനുസരിച്ചാണ് ഇൻകം ടാക്സ് അതോറിറ്റി ടാക്സ് ഈടാക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ സ്കോപ്പ് ഓഫ് സാലറിയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, സ്കോപ്പ് ഓഫ് സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലറി എന്ന ഹെഡിൽ സാലറിയുടെ പരിധിയിൽ വരുന്ന വരുമാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യമായി ബേസിക് സാലറിയാണ്, അല്ലെങ്കിൽ ബേസിക് പേ ആണ്, അല്ലെങ്കിൽ വേജസ് ആണ്. അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാലും അരിയേഴ്സ് ആയിട്ട് കിട്ടിയാലും, അരിയേഴ്സ് എന്ന് പറയുമ്പോൾ മുമ്പ് ടാക്സ് ഈടാക്കപ്പെടാത്ത വരുമാനമാണെങ്കിൽ ഇൻ ദ ഇയർ ഓഫ് റെസീറ്റ് ഇറ്റ് ഈസ് ടാക്സബിൾ. ആദ്യമായിട്ട് ബേസിക് സാലറി. രണ്ടാമതായിട്ട് ഡിയർനെസ് പേ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ്, DA എന്നൊക്കെ പറയും. ഡിയർനെസ് പേ ഒരു ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു അലവൻസ് ആണിത്. അതായത് എംപ്ലോയീസിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി അടിസ്ഥാന ശമ്പളത്തിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു അഡീഷണൽ പേയ്മെൻ്റാണ് ഡിയർനെസ് പേ എന്ന് പറയപ്പെടുന്നത്. ഇതും സാലറിയുടെ പരിധിയിൽ വരുന്നതാണ്, ഫുള്ളി ടാക്സബിൾ ആണ്. മറ്റൊന്നാണ് ആന്വിറ്റി. ആന്വിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അവരുടെ ശമ്പളത്തിൻ്റെ നിശ്ചിത ശതമാനം സ്ഥാപനത്തിൽ തന്നെ എംപ്ലോയറുടെ അടുത്ത് സൂക്ഷിക്കുകയും അറ്റ് ദ എൻഡ് ഓഫ് എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, ജനറലി 1 ഇയർ, ആന്വിറ്റി എന്ന് പറയുമ്പോൾ 1 ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ എമൗണ്ട് ഒന്നിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആന്വിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്വിറ്റി പ്ലാൻ പ്രകാരം എംപ്ലോയിക്ക് വല്ലതും ലഭിച്ചു കഴിഞ്ഞാൽ അതും സാലറിയുടെ പരിധിയിലാണ് വരുന്നത്. പെൻഷനും സാലറി ഹെഡിൽ ടാക്സബിളാണ്. പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഓർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ എംപ്ലോയി ഒരു പീരിയോഡിക് പേയ്മെൻ്റാണ്. സാലറി പോലെ തന്നെ മന്ത്ലി ലഭിക്കുന്ന ഒരു പേയ്മെൻ്റാണ് പെൻഷൻ. ഈ പെൻഷനും സാലറിയുടെ പരിധിയിലാണ് വരുന്നത്. ഒരാൾക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കാഴ്ചപ്പാടിൽ സാലറി ഇൻകമാണത്. ഓക്കെ, ജനറലി സ്കോപ്പ് ഓഫ് സാലറി പറയുമ്പോൾ ഇതാ നമ്മൾ പറയാം: ബേസിക് സാലറി ഓർ വേജസ്, ഡിയർനെസ് അലവൻസ്, ആന്വിറ്റി, അതേപോലെ പെൻഷൻ. എന്നാൽ ഇതിൻ്റെ ചില ഫോംസുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞത് തന്നെ മറ്റ് പല രൂപത്തിലും വരുന്ന ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി എന്ന ഒരു വരുമാനം ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബേസ്ഡ് ഓൺ ദ ഇയേഴ്സ് ഓഫ് സർവീസ്, ലെങ്ത് ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്, ഒരു തൊഴിലാളിയുടെ ജോലിയുടെ ആ ഒരു ദീർഘം കാലയളവ്, എത്ര വർഷം അയാൾ ജോലി ചെയ്തു എന്ന കാലയളവ് പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഒരു എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി. റിട്ടയർമെൻറ്റ് സമയത്താണ് അത് കൊടുക്കുക, അല്ലെങ്കിൽ ഡെത്ത് സമയത്തും അങ്ങനെ ഒരു വരുമാനം ലഭിക്കും. ഒരാളുടെ ലെങ്ത് ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് നോക്കിയിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി. ഇതും സാലറിയുടെ പരിധിയിലാണ് വരുന്നത്. അത് ഫുള്ളി ടാക്സബിൾ അല്ല, അതിന് റൂളുണ്ട്, അത് നമ്മൾ പഠിക്കും. ഗ്രാറ്റുവിറ്റി ഫുള്ളി ടാക്സബിൾ അല്ല, കുറച്ചൊക്കെ ഇൻകം ടാക്സ് ആക്ട് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ വിശദമായിട്ട് പറയും. പിന്നെ മറ്റൊന്നാണ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ സാലറി ഹെഡിൽ ഫുള്ളി ടാക്സബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഐറ്റാണ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ.
കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി സർവീസിലിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം പെൻഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം ലഭിക്കുന്ന തുകയാണ് പെൻഷൻ, പീരിയോഡിക് പേയ്മെൻ്റാണ് പെൻഷൻ. എന്നാൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് സർവീസിലിരിക്കുന്ന സമയത്ത് വാങ്ങിക്കുക, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുക. ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന പെൻഷൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അഡ്വാൻസ് ആയിട്ട് പെൻഷൻ വാങ്ങുന്നു എന്നർത്ഥം. ആ രൂപത്തിൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ സാലറി ഹെഡിൽ ടാക്സബിൾ ആണ്. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ ബേസ്ഡ് ഓൺ സെർട്ടൈൻ റൂൾസ്, സെർട്ടൈൻ ക്രൈറ്റീരിയ നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ഫുള്ളി ടാക്സബിൾ അല്ല, റൂൾ വെച്ചുകൊണ്ടാണ് നമ്മളതിൻ്റെ ടാക്സബിൾ പോർഷനും എക്സംപ്റ്റഡ് പോർഷനും ഒക്കെ കണ്ടുപിടിക്കുന്നത്. മറ്റൊന്നാണ് ലീവ് സാലറി. ലീവ് സാലറി എന്ന് പറഞ്ഞാൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഈ എംപ്ലോയി ജോലി എടുത്തിട്ടുണ്ട്. അലോട്ടഡായ ഒഴിവ് ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇത്ര ഒഴിവ് ലീവ് എംപ്ലോയിക്ക് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഒരാൾ ലീവൊന്നും എടുക്കാതെ ആ ദിവസവും ജോലി ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തേക്കുള്ള സാലറി അയാൾക്ക് ലഭിക്കും, എക്സ്ട്രാ ലഭിക്കും, ലീവ് സാലറി. അതും ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ ടാക്സബിൾ ആണ്. മറ്റൊന്നാണ് കോമ്പൻസേഷൻ ഫോർ റിട്രെഞ്ച്മെൻറ്റ്. കോമ്പൻസേഷൻ ഫോർ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടോ മറ്റോ സ്ഥാപനത്തിൽ നിന്നും എംപ്ലോയർ ഒഴിവാക്കുകയാണ്. എംപ്ലോയീസിനെ ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണ് റിട്രെഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ആ സമയത്തൊരു കോമ്പൻസേഷൻ കൊടുക്കും. ഇത്രയും നാൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന നിലക്ക് ഒരു പേയ്മെൻറ്റ് എംപ്ലോയിക്ക് കൊടുക്കാറുണ്ട്. ഇതും സാലറി ഹെഡിൽ ടാക്സബിൾ ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് കോമ്പൻസേഷൻ ആസ് എ പാർട്ട് ഓഫ് റിട്രെഞ്ച്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അയാളുടെ സാലറി ഹെഡിലാണ് ഈ ഒരു വരുമാനം ടാക്സബിൾ ആകുന്നത്. അതേപോലെ ഫീസ് ആൻഡ് കമ്മീഷൻസ്, കമ്മീഷനായിട്ടും ഫീസായിട്ടും വല്ലതും ലഭിച്ചാലും ഒരു എംപ്ലോയി എന്ന നിലക്ക്, ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഷുഡ് ബി ദർ. അത് വെച്ചുകൊണ്ട് കമ്മീഷൻ ലഭിച്ചു, ഫീസ് ലഭിച്ചു. ഓക്കെ, മന്ത്ലി അയാൾക്ക് ഒരു 20,000 ആണ് സാലറി, അതിൻ്റെ കൂടെ എക്സ്ട്രാ കമ്മീഷൻ ലഭിച്ചു, എന്നാൽ അത് സാലറി ഹെഡിൽ തന്നെയാണ് ടാക്സബിൾ. അതേപോലെ ബോണസ് ലഭിക്കുന്നത്, എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് സർട്ടൈൻ ടാർഗറ്റ്സ് അച്ചീവ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ബോണസ് ലഭിക്കുന്നതും സാലറി ഹെഡിലാണ് ടാക്സബിൾ ആവുന്നത്. അതേപോലെ വോളണ്ടറി റിട്ടയർമെൻറ്റ് സമയത്ത് ലഭിക്കുന്ന പേയ്മെൻറ്റ് റെസീറ്റ്സ് ബൈ ദ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ എംപ്ലോയീസ് പിരിഞ്ഞു പോവാണ്, ജോലി നിർത്തി മതിയാക്കി പോകുന്ന ഒരു സംവിധാനമാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. ആ സമയത്തും ചിലപ്പോൾ എംപ്ലോയിക്ക് ചില പേയ്മെൻറ്റുകൾ കൊടുക്കാറുണ്ട്. നേരത്തെ റിട്രെഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് കേസിലും പല സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടർ ആയാലും അതർ കമ്പനീസ് ആയാലും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതും സാലറി ഹെഡിൽ ടാക്സബിൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് സാലറിയുടെ സ്കോപ്പിൽ വരുന്നത്. ജനറലി ബേസിക് സാലറി, ആ ബേസിക് സാലറി തന്നെ അഡ്വാൻസ് പേ, അരിയർ, ഇതൊക്കെ ടാക്സബിൾ ആണ്. അതേപോലെ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, ഒരുപാട് അലവൻസുകളും പെർക്വസിറ്റ്സും ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും. ഒരു ഒറ്റ നോട്ടത്തിലുള്ള ഒരു പറച്ചിലാണിത്, ചുരുങ്ങിയ രൂപത്തിൽ സാലറി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്. അലവൻസുകൾ, പലതരം അലവൻസ് ഉണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, പാർഷ്യലി ടാക്സബിൾ അലവൻസ്, ഇങ്ങനെ അലവൻസുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ അലവൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് രൂപത്തിൽ കിട്ടുന്നതാണ്. ഇനി ക്യാഷ് രൂപത്തിലല്ലാതെ ലഭിക്കുന്ന ബെനിഫിറ്റുകൾക്കാണ് പെർക്വസിറ്റ്സ് എന്ന് പറയുക. അമെനിറ്റീസ്, ബെനിഫിറ്റ്സ്, അതായത് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, HRA എന്ന് പറയുന്നത്. അത് ക്യാഷ് കിട്ടുന്നതാണ്. വീട് എടുത്ത് താമസിക്കാൻ വേണ്ടി, വാടക കൊടുക്കാൻ വേണ്ടി ക്യാഷ് ലഭിക്കുന്നു.
അതാണ് HRA എന്ന് പറയുന്നത്. ഇനി വേർഡ് തന്നെ കൊടുക്കുന്നു, അപ്പോൾ അതെന്തായി? അതൊരു പെർക്വസിറ്റ്സായി. പെർക്ക് അതൊരു ബെനിഫിറ്റാണ് അല്ലെങ്കിൽ അമ്യൂണിറ്റിയാണ്, അല്ലാതെ അലവൻസ് അല്ല. അപ്പോൾ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് സെയിം ആണ്. വാടക കൊടുക്കാൻ വേണ്ടി ക്യാഷ് കിട്ടുന്നതും വീട് കിട്ടുന്നതൊക്കെ സെയിം അല്ലേ. താമസിക്കാൻ കഴിയുക എന്നുള്ളതാണ് എംപ്ലോയിയുടെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെയായാലും അലവൻസുകളും പെർക്വസിറ്റ്സുകളും ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ്, ടാക്സബിൾ പോർഷൻസൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ശേഷം നമുക്ക് കാണാം. ഇനി നമ്മൾ പതിയെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്, ഓരോ റൂള് പഠിച്ചുകൊണ്ട്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ സർട്ടൻ സ്ട്രിക്റ്റ് റൂൾസ്. ഇൻകം ടാക്സ് റൂള് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രമുഖന്മാരൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇൻകം ടാക്സ് ആക്റ്റിലെ നിയമങ്ങൾ വളരെ കട്ടി കൂടിയതും ഓർമ്മിക്കാൻ പ്രയാസമുള്ളതുമാണ് എന്നൊക്കെ. അപ്പോൾ കൃത്യമായി റൂള് പഠിക്കുക, എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യുക. അക്കൗണ്ടൻസി പോലെയല്ല ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, സിമ്പിളായ പ്രോബ്ലംസാണ്. പക്ഷേ റൂള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. റൂള് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്കിലേക്ക് വരണം. അതിന് തിയറി നന്നായി പഠിക്കണം. Friends, let us see again with another topic in another video.